പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്നതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. സ്വന്തം ജനതയെ കൊന്നൊടുക്കിയും അയൽരാജ്യമായ ഇന്ത്യയുമായി ഒപ്പുവെച്ച കരാറുകൾ ലംഘിച്ചും ശീലിച്ച ഒരു ഭരണകൂടത്തിന് എപ്പോഴെങ്കിലും സമാധാനമായി ഉറങ്ങാൻ കഴിയുമോ? പ്രമുഖ പാകിസ്ഥാനി ജേർണലിസ്റ്റ് മുയീദ് പീർസാദ ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ്. 1971 യുദ്ധം മുതൽ ഇമ്രാൻഖാന്റെ ഇന്നത്തെ അവസ്ഥ വരെ നീളുന്ന ആ വഞ്ചനയുടെ കഥ നമുക്ക് പരിശോധിക്കാം. 1971 യുദ്ധാനന്തരം പാകിസ്ഥാൻ ഇന്ത്യയെ എങ്ങനെയൊക്കെ ചതിച്ചുവെന്നും സ്വന്തം സൈനിക സംവിധാനം രാജ്യത്തെ എങ്ങനെയാണ് അഗാധമായ ഗർത്തത്തിലേക്ക് തള്ളിയിടുന്നത് എന്നും അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഒരു പാകിസ്ഥാനി പൗരനിൽ നിന്നും, പ്രത്യേകിച്ച് പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകനിൽ നിന്നും ഇത്തരം ഒരു തുറന്നു പറച്ചിൽ ഉണ്ടാകുന്നത് ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒന്നാണ്. നമുക്കറിയാം, 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ അപ്പാടെ പരാജയപ്പെട്ടിരുന്നു. അന്ന് ഇന്ത്യയുടെ തടവിലുണ്ടായിരുന്ന 93,000 പാക് സൈനികരെ തിരികെ വിട്ടയച്ചത് ഷിംല കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. കശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കൂ എന്ന് അന്ന് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ മുയീദ് പീർസാദ പറയുന്നതനുസരിച്ച് ആ സൈനികരെ തിരികെ കിട്ടിയ നിമിഷം മുതൽ പാകിസ്ഥാൻ ആ കരാർ ലംഘിച്ചു തുടങ്ങിയെന്നാണ്. യുദ്ധാനന്തരം ഒപ്പുവെച്ച ഷിംല കരാറിലെ പ്രധാന വ്യവസ്ഥ കശ്മീർ ഉൾപ്പെടെയുള്ള എല്ലാ ഉഭയകക്ഷി തർക്കങ്ങളും മൂന്നാം കക്ഷിയുടെ ഇടപെടലില്ലാതെ ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നതായിരുന്നു. എന്നാൽ മുയീദ് പീർസാദ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തങ്ങളുടെ സൈനികരെ തിരികെ ലഭിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ ഈ ഉറപ്പുകളെല്ലാം കാറ്റിൽ പറത്തി. ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനമാണ് പാകിസ്ഥാൻ സ്വീകരിച്ചതെന്ന് ഒരു പാക് പൗരൻ തന്നെ തുറന്ന് സമ്മതിക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച പാകിസ്ഥാനിന്റെ ഇരട്ടത്താപ്പ് ഇന്ന് അവർക്ക് തന്നെ വിനയായിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന സാമ്പത്തിക തകർച്ചയുടെ പ്രധാന കാരണം അവിടുത്തെ പഞ്ചാബ് കേന്ദ്രീകൃതമായ സൈനിക നേതൃത്വമാണെന്ന് പീർസാദ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് പഞ്ചാബ് കേന്ദ്രീകൃതമായ ആർമി നേതൃത്വമാണെന്ന് പീർസാദ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. 1971 കിഴക്കൻ പാകിസ്ഥാനിൽ, ഇന്നത്തെ ബംഗ്ലാദേശിൽ ബംഗാളി ജനതയ്ക്ക് നേരെ നടന്ന കൂട്ടക്കൊലകൾ ഇതിന്റെ ആദ്യത്തെ കറുത്ത അധ്യായമായിരുന്നു. ഇനി സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്താനും ജനാധിപത്യത്തെ നശിപ്പിക്കാനുമാണ് പാക് സൈന്യം എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. സുൽഫിക്കർ അലി ഭൂട്ടോയെ തൂക്കിലേറ്റിയത് മുതൽ ഇന്നത്തെ രാഷ്ട്രീയ അട്ടിമറികൾ വരെ ഇതിന്റെ തെളിവാണ്. ഓരോ കാലഘട്ടത്തിലും ജനകീയരായ നേതാക്കളെ അടിച്ചമർത്താനും തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ ഇല്ലാതെയാക്കാനും പാകിസ്ഥാൻ സൈന്യം സ്വീകരിച്ചിട്ടുള്ള കിരാതമായ നടപടികൾ പീർസാദ വിശദീകരിച്ചു. സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്ന ഒരു സൈന്യത്തിന് എങ്ങനെ ഒരു രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന പീർസാദയുടെ ചോദ്യം ഇന്ന് ഓരോ പാകിസ്ഥാനിയും സ്വയം ചോദിക്കേണ്ടതാണ്.